അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറൊക്കെ അവരെത്താൻ എന്താണ് വൈകുന്നത്? ഇത്രയും സംഘർഷം ഒരു ബൂത്തിൽ ഉണ്ടാകുമ്പോൾ അത് മറ്റ് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തടസ്സപ്പെടുത്തിയേക്കുന്ന ഒരു സാഹചര്യം കൂടി വരുമല്ലോ. അടിയന്തരമായി എത്തുമോ ഇപ്പോൾ? വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അത് ആ കാര്യത്തിൽ തീരുമാനമാകാത്തത് തന്നെയാണ് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് റിട്ടേണിംഗ് ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും ഒന്നും തന്നെ കൃത്യമായ ഒരു വിവരം അല്ലെങ്കിൽ എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ഈ സജീവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട്, ഇപ്പോൾ ഞാനാണ് ഒരു വോട്ടറെങ്കിൽ എനിക്ക് എന്റെ വോട്ട് രേഖപ്പെടുത്താം. അത് മറ്റാരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയോ ഒരു പിഴവ് മൂലം മറ്റാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ആണ്. അത് എന്റെ അവകാശത്തിന്റെ ലംഘനമാണ്. അത് എങ്ങനെ ശരിയാകും എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അതില് തൃപ്തിയല്ല NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു. ഇനി എന്ത് പരിഹാരമാണ് ഇക്കാര്യത്തിലുള്ളത്? എന്ത് പരിശോധന സാധ്യമാണ്? അക്കാര്യത്തിലൊരു വ്യക്തതയും ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഒരു തരത്തിലുള്ള ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. എങ്ങനെ ഈ സമാശ്വാസ വോട്ട് എന്തിന് ചെയ്യണം? അതായത് ഒരു സാധാരണഗതിയിൽ ഒരു വോട്ട് ചെയ്യാൻ അർഹതയുള്ള ഒരു വ്യക്തി എന്തിന് സമാശ്വാസ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അത് ന്യായമായും ഒരു വോട്ടറുടെ അവകാശമല്ലേ ഒരു വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്? പിന്നെ എന്തിന് ഇത്തരത്തിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സമാശ്വാസ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. മാത്രമല്ല ആരാണ് പോസ്റ്റൽ വോട്ട് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ROയോ അല്ലെങ്കിൽ AROയോ ഒന്നും തന്നെ യാതൊരു വിധത്തിലും കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. രണ്ടുപേരും നേരത്തെ BLO പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, അതുപോലെ തന്നെ RO പറഞ്ഞത് മറ്റൊരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഈ BJP പ്രവർത്തകരുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബു ഇവിടെ ഈ ബൂത്തിന് മുൻപിൽ, ഈ 49-ാം നമ്പർ ബൂത്തിന് മുന്നിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും നേരത്തെ ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഇനിയും റിട്ടേണിംഗ് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ എത്തിയ ശേഷം ആയിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ അവർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ശരി, എന്തായാലും ഇപ്പോഴും വലിയ സംഘർഷം അവിടെ തുടരുകയാണ്. പോലീസ് അവിടെയുള്ള BJP പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. ഉല്ലാസ് ബാബു, അവിടെ NDAയുടെ സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബുവാണ്. പോലീസ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ നിങ്ങൾ എന്തിനെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യമാണ് അവിടെ പോലീസ് BJP പ്രവർത്തകരോട് ചോദിക്കുന്ന കാര്യം. പക്ഷെ ഇപ്പോഴും അവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. ROയെ വിളിച്ചു, AROയെ വിളിച്ചു. അപ്പോൾ ഇവരൊക്കെ ഇത്രയും സംഘർഷം എത്ര നേരം? എനിക്ക് നേരത്തെ തന്നെ ഇവിടെ ഇഷ്യൂ തുടങ്ങിയതാണ്. എന്നിട്ട് ഈ സമയം പോലും എത്തി എന്ന് പറയുമ്പോൾ അത് കഷ്ടമാണ്. ബാക്കിയുള്ള വോട്ടർമാർ, വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല, എന്താണ് ഈ സമാശ്വാസ വോട്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല. സമാശ്വാസ വോട്ടാണോ സജീവൻ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. സജീവന്റെ കുഴപ്പമല്ല സജീവന്റെ വോട്ട്, ഒരു ക്ലറിക്കൽ എറർ ആണെങ്കിൽ അതിൽ സജീവന്റെ വോട്ടല്ല നഷ്ടമാകേണ്ടത് എന്നൊരു കാര്യം, അത് പ്രധാനം തന്നെയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവിടെയുള്ള അധികാരികൾ അവിടേക്ക് എത്താൻ ഇത്രയും സമയം എടുക്കുന്നത് എന്ന ചോദ്യം. മാത്രമല്ല, അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു 2016-ലും 2021-ലും ഒക്കെ ഇവിടെ മത്സരിച്ച ആളാണ്. നല്ല രീതിയിൽ വോട്ട് പിടിച്ച ആളുമാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ 35% പോളിംഗ് ശതമാനം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷം. പോലീസുമായി പ്രവർത്തകർ സംസാരിച്ച് ഒന്ന് സമരസപ്പെടുന്നുണ്ട്. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പ്രവർത്തകരെ ഒന്ന് പോളിംഗ് ബൂത്തിന് ഗേറ്റിന് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ബാക്കി വോട്ട് ചെയ്യാൻ വന്നവർക്ക് സമാധാനത്തോടു കൂടി വോട്ട് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ പ്രശ്നം അവിടെ ആ പ്രശ്നമായി